أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إلا تنصروه وقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا وأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا وكلمة الله هي العليا والله عزيز حكيم. കഴിഞ്ഞ ഖുത്ബയിൽ ഹദ്റത്ത് അബൂബക്കർ സൗർ ഗുഹയിൽ പോയ സംഭവങ്ങളാണ് വിവരിച്ചു വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശത്രു സൗർ ഗുഹയുടെ അടുത്ത് എത്തിയ സംഭവമാണ് ഈ ആയത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അതിന്റെ വിവർത്തനം ഇപ്രകാരമാണ്: നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ അറിയുക, തീർച്ചയായും അവിശ്വസിച്ചവർ അദ്ദേഹത്തെ സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം രണ്ടിൽ ഒരാളായിരുന്നപ്പോൾ, അവർ രണ്ടുപേരും ആ ഗുഹയിലായിരുന്നപ്പോൾ നീ ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറയുകയായിരുന്നപ്പോൾ ആ സന്ദർഭത്തിൽ അള്ളാഹു തന്റെ പക്കൽ നിന്നുള്ള സമാധാനം അദ്ദേഹത്തിന് ഇറക്കി കൊടുത്തു. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില സൈന്യങ്ങളെ കൊണ്ട് അവൻ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും അവിശ്വസിച്ചവരുടെ വചനത്തെ ഏറ്റവും താഴ്ന്നതാക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ വചനം തന്നെയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അള്ളാഹു പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു. വിശുദ്ധ ഖുർആനിൽ സൗർ ഗുഹയെ സംബന്ധിച്ച സംഭവത്തിന്റെ പരാമർശമാണിത്. മക്കയിലെ നിഷേധികൾ ഗുഹാമുഖത്ത് നിന്ന് സംസാരിക്കുകയാണ്. ഹദ്റത്ത് അബൂബക്കർ അത് കേട്ടപ്പോൾ പരിഭ്രമിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പിടിക്കപ്പെട്ടാൽ എന്താകും അവസ്ഥ? മുഴുവൻ ഇസ്ലാമും ആ പരിശുദ്ധ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിന്റെ ഈ പരിഭ്രമം കണ്ടപ്പോൾ, അതായത് അബൂബക്കർ ആശങ്കാകുലനാണെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹ മാന. അബൂബക്കർ ഭയപ്പെടേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നുകൊണ്ട് അവർ സൗർ ഗുഹയുടെ മലക്കടുത്തെത്തി. അവിടെ എത്തിയ ശേഷം വഴിയന്വേഷകർ പറഞ്ഞു, ഇതിനുശേഷം അവർ രണ്ടുപേരും എവിടെയാണ് കാലുവെച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവർ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, അള്ളാഹുവാണേ, നിങ്ങൾ ആരന്വേഷിച്ചാണോ വന്നിരിക്കുന്നത്, അവർ ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ഗുഹാമുഖത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ ആ അന്വേഷകർ പറഞ്ഞെങ്കിലും ആർക്കും തന്നെ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കാൻ തോന്നിയില്ല. അപ്പോൾ ഉമയ്യ ഇബ്നു ഖലഫ് പറഞ്ഞു, പുച്ഛവും അവഗണനയും നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഈ വരയും ഈ വൃക്ഷവും ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ കണ്ടിട്ടുള്ളതാണ്.
നിങ്ങളുടെ ബുദ്ധിയൊക്കെ നഷ്ടമായിരിക്കുന്നു. ഇവിടെ അയാൾ എങ്ങനെ ഉണ്ടാകാനാണ്? ഇവിടെ നിന്ന് പോകാം, മറ്റേതെങ്കിലും ഇടത്ത് അന്വേഷിക്കാം. ഇത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് തിരിച്ചുപോയി. ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയീൻ എന്ന ഗ്രന്ഥത്തിൽ മക്കക്കാരുടെ വിളംബരത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നതിനെയും പറ്റി പരാമർശിച്ചുകൊണ്ട് പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോടെയോ കൊലപ്പെടുത്തിയോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനമായി നൽകുമെന്ന് പൊതുവിളംബരം നടത്തുകയുണ്ടായി. അങ്ങനെ പല ആളുകളും സമ്മാന പ്രതീക്ഷയിൽ മക്കയുടെ 4 പാടും പുറപ്പെട്ടു. മക്കയിലെ മൂപ്പന്മാരും അന്വേഷണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പുറപ്പെടുകയുണ്ടായി. അവർ കൃത്യം സൗർ ഗുഹയുടെ മുഖത്തെത്തുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ വഴികാട്ടികൾ പറഞ്ഞു, ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർന്നു പോയിട്ടുണ്ടാകാം. ഒരാൾ പറഞ്ഞു, ആരെങ്കിലും ഈ ഗുഹയുടെ അകത്ത് ഒന്ന് പോയി നോക്കി വരാവുന്നതാണ്. എന്നാൽ മറ്റൊരാൾ പറഞ്ഞു, നല്ലത്, അത് ബുദ്ധിപരമായ കാര്യമാണോ? ആരെങ്കിലും ഈ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുമോ? ഇത് വളരെ ഇരുളടഞ്ഞതും ഭയാനകവുമായ സ്ഥലമാകുന്നു. ഞങ്ങൾ എപ്പോഴും ഇതിനെ ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. നിവേദനത്തിൽ പറയുന്നു, ഗുഹാമുഖത്ത് ഒരു വൃക്ഷമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്ത് പ്രവേശിച്ച ശേഷം ചിലന്തി അതിനുമേൽ വല നെയ്യുകയുണ്ടായി. തികച്ചും ഗുഹാമുഖത്ത് ഒരു പ്രാവ് കൂടുണ്ടാക്കി മുട്ടയിട്ടിരുന്നു. മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ വീക്ഷണത്തിൽ ഈ നിവേദനം ദുർബലമാണ്. എങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. ദുർബലമായ നിവേദനമാണെങ്കിലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. കാരണം ചിലന്തി ചിലപ്പോൾ ഏതാനും നിമിഷം കൊണ്ട് ഒരു വലിയ സ്ഥലത്ത് വല നെയ്യാറുണ്ട്. പ്രാവിനും കൂടുണ്ടാക്കി മുട്ടയിടാൻ വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് അള്ളാഹു തന്റെ റസൂലിന്റെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ചെയ്തുവെങ്കിൽ അത് അസംഭാവ്യമൊന്നുമല്ല. മറിച്ച് ആ സമയമനുസരിച്ച് അങ്ങനെ ചെയ്തത് തികച്ചും സാധ്യവുമാണ്. ഏതായിരുന്നാലും ഖുറൈശികളിൽ ആരും തന്നെ മുന്നോട്ട് നീങ്ങിയില്ല. അവിടെ നിന്ന് തന്നെ എല്ലാവരും പിരിഞ്ഞുപോയി. വീണ്ടും എഴുതുന്നു, നിവേദനങ്ങളിൽ പറയുന്നു, ഖുറൈശികൾ എത്രത്തോളം അടുത്തു വന്നു എന്നാൽ അവരുടെ കാലുകൾ ഗുഹയ്ക്കകത്ത് നിന്ന് കാണാമായിരുന്നു, അവരുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ആ സന്ദർഭത്തിൽ ഹദരത്ത് അബൂബക്കർ പരിഭ്രമത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖുറൈശികൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. അവരുടെ കാലുകൾ കാണുന്നുണ്ട്. അവർ അല്പം കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹ മാന, ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. തുടർന്ന് പറഞ്ഞു, വമാ സന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, അബൂബക്കർ, അള്ളാഹു മൂന്നാമനായി കൂടെയുള്ളവരെ പറ്റി എന്താണ് നീ കരുതുന്നത്? മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഖുറൈശികൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ ഹദരത്ത് അബൂബക്കർ നല്ലപോലെ ഭയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പരിഭ്രാന്തി കണ്ടപ്പോൾ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ഹദരത്ത് അബൂബക്കർ ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു, ഇൻ കുത്തിൽതു ഫഅന റജുലുൻ വാഹിദിൻ വഇൻ കുത്തിൽത അൻത ഹലക്കത്തിൽ ഉമ്മ. യാ റസൂലല്ലാഹ്, ഞാൻ കൊല്ലപ്പെട്ടാൽ ഞാൻ കേവലം ഒരു വ്യക്തി മാത്രമാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മുഴുവൻ ഉമ്മത്തും ഇല്ലാതാകുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്നുള്ള ഇൽഹാം അനുസരിച്ച് പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹ മാന, അബൂബക്കർ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, കാരണം അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മുടെ സുരക്ഷ നൽകുന്നതാണ്. അതായത് നീ എന്നെപ്പറ്റി ആശങ്കാകുലനാണ്. നിനക്ക് ആത്മാർത്ഥമായ ആവേശവും കാരണം നിന്റെ ജീവനെ പറ്റി ആശങ്കയില്ല. എന്നാൽ ഈ സമയത്ത് അള്ളാഹു എന്റെ മാത്രമല്ല നിന്റെയും സംരക്ഷകനാകുന്നു. അവൻ നമ്മെ രണ്ടുപേരെയും ശത്രുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ഇത് സീറത്ത് ഖാത്തമുൻ നബിയിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഹദരത്ത് മുസ്ലിം മൗദ് ഇതിന്റെ വിശദീകരണത്തിൽ ഒരിടത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിൽ നിന്ന് ഹിജ്റത്തിന് കൽപ്പന ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂബക്കറിനെയും കൂട്ടി സൗർ മലയിലേക്ക് പോയി. അത് മക്കയിൽ നിന്ന് ഏറെക്കുറെ 7 മൈൽ ദൂരെയാണ്. ആ മലമുകളിൽ ഒരു ഗുഹയിൽ അവർ ഒളിഞ്ഞിരുന്നു. നേരം വെളുത്തപ്പോൾ നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ലെന്നും എല്ലാ നിലക്കും കാവലേർപ്പെടുത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയപൂർവ്വം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നും കണ്ടപ്പോൾ ഉടൻ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവർ മക്കയിലെ കാലടികൾ തിരിച്ചറിയുന്നതിൽ അതിവിദഗ്ധരായ ആളുകളെയും കൂടെ കൂട്ടി. അവരെ സൗർ മല വരെ കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എവിടെയോ ഉണ്ട്. ഇതിനു മുമ്പോട്ട് എവിടെയും അടയാളം കാണുന്നില്ല.
അതായത് ശത്രു ഗുഹയുടെ നേരെ മേൽ നിൽക്കുന്നു. ഉള്ളിലേക്ക് തലയിട്ട് നോക്കാതിരിക്കാൻ മാത്രം ഗുഹാമുഖം ഇടുങ്ങിയതായിരുന്നില്ല. അത് തുറന്ന മുഖമുള്ള തുറസായ ഗുഹയാണ്. അതിലേക്ക് എത്തി നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ അകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നതാണ്. അത്തരം അവസ്ഥയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു ഭയവും ഉണ്ടാകുന്നില്ല. മറിച്ച് ആ പരിശുദ്ധ ശക്തിയുടെ അനുഗ്രഹത്താൽ ഹദ്റത്ത് അബൂബക്കറിന്റെ ഹൃദയവും കരുത്തുറ്റ് ആകുകയാണ്. മൂസയുടെ അനുയായികളെ പോലെ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല. മറിച്ച് ഇത്ര മാത്രമാണ് പറയുന്നത്: യാ റസൂലല്ലാഹ്, ശത്രു വളരെ സമീപസ്ഥനാണ്. അവർ അല്പമെങ്കിലും കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഉസ്കുത് യാ അബൂബക്കർ, ഇസ്നാനി അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ നിശബ്ദനായിരിക്കൂ. നമ്മളിപ്പോൾ രണ്ടുപേർ മാത്രമല്ല, നമ്മോടൊപ്പം മൂന്നാമനായി അള്ളാഹുവുമുണ്ട്. എന്നിരിക്കെ അവർക്ക് എങ്ങനെയാണ് നമ്മെ കാണാൻ കഴിയുക? അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. ശത്രു ഗുഹയുടെ മേൽഭാഗത്ത് എത്തിയിരുന്നു. പക്ഷെ അവർക്ക് മുന്നോട്ട് വന്ന് എത്തി നോക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് തന്നെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിച്ച് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിന്റെ മറ്റൊരു വശം എന്തെന്നാൽ, മൂസയുടെ അനുയായികൾ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു: മൂസ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അവർ തങ്ങളോടൊപ്പം മൂസയെയും കൂട്ടിച്ചേർക്കുകയുണ്ടായി. തങ്ങളെല്ലാവരും ഫിറോനിന്റെ പിടുത്തത്തിൽ വരുമെന്ന് അവർ കരുതി. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തവക്കൽ, അള്ളാഹുള്ള അർപ്പണം തിന്നബിയുടെ സുഹൃത്തിനെയും എത്രമാത്രം സ്വാധീനിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നമ്മൾ പിടിക്കപ്പെട്ടു എന്ന വാക്കുകൾ വന്നില്ല. അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമാണ്: ശത്രു വളരെ സമീപമെത്തിയിരിക്കുന്നു, നമ്മൾ നോക്കാൻ തോന്നിയാൽ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആശങ്കയും സഹിക്കാൻ തയ്യാറായിരുന്നില്ല. പറഞ്ഞു: നമ്മൾ രണ്ടുപേർ മാത്രമാണെന്ന ചിന്ത തന്നെ ഒഴിവാക്കൂ. നമ്മോടൊപ്പം മറ്റൊരു അസ്തിത്വം കൂടിയുണ്ട്. അവൻ നമ്മുടെ നാഥനായ അള്ളാഹു ആകുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു: മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ അതിലില്ലാത്ത മർദ്ദനമുറകൾ തുടർന്നു. അത് കാരണം ദീനീ പ്രചരണത്തിൽ തടസ്സങ്ങളുണ്ടായി. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്ക വിട്ടു പോകാൻ കൽപ്പന നൽകി. നബിയോടൊപ്പം ഹദ്റത്ത് അബൂബക്കറും മക്ക വിടാൻ തയ്യാറായി. ഇതിനു മുമ്പും പലതവണ അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിട്ടുപോകാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ തയ്യാറായപ്പോൾ ഹദ്റത്ത് അബൂബക്കറിനെയും കൂടെ കൂട്ടി. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു: രാത്രി സമയത്ത് പുറപ്പെട്ടു. ഈ സ്ഥലം ഞാനും ഹജ്ജ് വേളയിൽ കണ്ടിട്ടുണ്ട്. ഒരു സാധാരണ ഗുഹയാണ്. അതിന്റെ മുഖം 2-3 അടി വലിപ്പമുണ്ടാകും. അതിൽ പോയി താമസിച്ചു. മക്കയിലുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി എന്ന് അറിവ് ലഭിച്ചപ്പോൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നു. മക്കയിലെ കാലടി തിരിച്ചറിയുന്ന അതിവിദഗ്ധരായ അന്വേഷകരുമുണ്ട്. അവരുടെ സഹായത്താൽ പിന്തുടർന്നുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദ്റത്ത് അബൂബക്കറും ഇരിക്കുന്ന കൃത്യസ്ഥലം വരെ എത്തി. അള്ളാഹുവിന്റെ കുതിർത്ത് നോക്കുക. ഗുഹാമുഖത്ത് ഏതാനും കുറ്റിച്ചെടികൾ വളർന്നിരുന്നു. അതിന്റെ ശാഖകൾ പരസ്പരം കൂട്ടിമുട്ടിയിരുന്നു. അവർ ആ ശാഖകൾ വകഞ്ഞു മാറ്റി നോക്കിയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദ്റത്ത് അബൂബക്കറും ഇരിക്കുന്നത് കാണുമായിരുന്നു. അന്വേഷകർ അവിടെ എത്തിയപ്പോൾ പറഞ്ഞത് അവർ ആകാശത്ത് ഉയർന്നു പോയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാകും, മുന്നോട്ട് പോയിട്ടില്ല എന്നാണ്. ചിന്തിച്ചു നോക്കുക, അത് എത്രമാത്രം നിർണായകമായ നിമിഷമാണെന്ന്. ആ സമയത്ത് ഹദ്റത്ത് അബൂബക്കർ ഭയന്നുപോയി. എന്നാൽ തന്നെ കുറിച്ചായിരുന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് ആശങ്കപ്പെട്ടത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തഹ്സൻ ഇന്നല്ലാഹ മാനാ. എന്തിനാണ് പരിഭ്രമിക്കുന്നത്? അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അസ്തിത്വം കണ്ടില്ലായിരുന്നുവെങ്കിൽ ആ നിർണായക നിമിഷത്തിൽ എങ്ങനെ ഭയപ്പെടാതിരിക്കും? വളരെ ശക്തനായ മനസ്സിനുടമയായ ആളുകൾ പോലും ശത്രു തലയ്ക്കുമീത് വരുമ്പോൾ ഭയപ്പെട്ടു പോകുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത്, മറിച്ച് തലയ്ക്കുമേൽ ശത്രു നിൽക്കുന്നുണ്ടായിരുന്നു. അതും 13 വർഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ജീവനെടുക്കാൻ സന്നദ്ധനായ ശത്രു. അവരോട് അന്വേഷകർ പറയുന്നു: അദ്ദേഹം ഒന്നുകിൽ ആകാശത്തേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ തന്നെ എവിടെയോ ഉണ്ട്, ഇവിടെയൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ലാ തഹ്സൻ ഇന്നല്ലാഹ മാനാ. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, നിങ്ങൾ പരിഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദൃഢബോധ്യം, ഇർഫാൻ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ തന്റെ ഉള്ളിൽ ദർശിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നശിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച അറിവ് തന്നെ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് എന്നെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു: ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാം തന്റെ
സൗഹൃദത്തിന് ഒരാളെ മാത്രം തെരഞ്ഞെടുത്തിരുന്നു, അതായത് തോമസിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഹിജ്റത്ത് വേളയിൽ ഹദ്രത്ത് അബൂബക്കറിനെ മാത്രം കൂടെ കൂട്ടിയതുപോലെ റോമൻ സാമ്രാജ്യം ഹദ്രത്ത് ഈസയെ രാജ്യദ്രോഹിയായി മുദ്രകുത്തുകയും ഈ കുറ്റം കാരണം പിലാത്തോസും കൈസറിന്റെ നിർദ്ദേശപ്രകാരം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ഗോപ്യമായി ഈസയുടെ സഹായിയായിരുന്നു. ഈസയെയും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെയും സഹായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന യാത്രയിൽ അബൂബക്കറിനെ മാത്രമാണ് കൂടെ കൂട്ടിയത്. അതുപോലെ ഹദ്രത്ത് ഈസ നാട്ടിൽ നിന്ന് ഗോപ്യമായി പുറത്തേക്ക് പോകുമ്പോൾ ഒരു സംഘവും കൂടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ ഹവാരിയായ തോമയെ മാത്രമാണ് കൂടെ കൂട്ടിയത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റെല്ലാ സഹാബാക്കളും വ്യത്യസ്ത വഴികളിലൂടെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ മദീനയിൽ എത്തിച്ചേർന്നു. അതേപോലെ തന്നെ ഈസ അലൈഹി ഇസ്ലാമിന്റെ ഹവാരിയങ്ങളും വ്യത്യസ്ത വഴികളിലൂടെ വ്യത്യസ്ത സമയങ്ങളിൽ ഈസയുടെ സവിധത്തിൽ എത്തുകയാണ് ഉണ്ടായത്. മറ്റൊരു സ്ഥലത്ത് ഹദരത്ത് മസീഹ് അലി ഇസ്ലാം പറയുന്നു, ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട പ്രയാസകരമായ സന്ദർഭത്തിലാണ് വെളിപ്പെട്ടത്. ചില നിഷേധികൾ പുറത്താക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ യഥാർത്ഥ ഉദ്ദേശം അവരുടെ യഥാർത്ഥ തീരുമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുക എന്നതായിരുന്നു. ആ സന്ദർഭത്തിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് കാണിച്ച സത്യസന്ധതയുടെയും ഊറിന്റെയും മാതൃക ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. ആ പ്രയാസകരമായ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അബൂബക്കറിന്റെ സത്യസന്ധതയ്ക്ക് ഉന്നതമായ പൂർണ്ണമുള്ള ഉത്തമ തെളിവാകുന്നു. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുപ്പിലുമുള്ളത്. ആ സമയത്ത് തിന്നബിയുടെ അടുക്കൽ 70-80 സഹാബാക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഹദരത്ത് അലിയും ഉണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടിനായി അബൂബക്കറിനെ മാത്രമാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ എന്ത് രഹസ്യമാണ് അടങ്ങിയിട്ടുള്ളത്? വാസ്തവത്തിൽ അതിൽ നബി അള്ളാഹുവിന്റെ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാഹ്യശക്തി അള്ളാഹുവിൽ നിന്നാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് അള്ളാഹു താൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജാഗ്രത ദർശനം മുഖേനയും ദിവ്യ വെളിപാട് മുഖേനയും ഈ പ്രവർത്തനത്തിന് ഏറ്റവും ഉചിതവും അനുയോജ്യനുമായ ആൾ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖാണെന്ന് പറഞ്ഞു കൊടുത്തു. അബൂബക്കർ വളരെ പ്രയാസകരമായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൂടെ കൂട്ടി. ഇത് ഭയാനകമായ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടമായിരുന്നു. ഹദരത്ത് മസീഹിനെ ഇത്തരത്തിൽ ഒരു സന്ദർഭം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ വിട്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഒരാൾ ശാപം ചൊരിഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബാക്കൾ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബാക്കൾ ഓരോരുത്തരും പൂർണ്ണമായ കൂർ പ്രകടിപ്പിക്കാനുണ്ടായത്. ചുരുക്കത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നു. സൗർ ഗുഹ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്നു. ദ്രോഹികളായ ശത്രുക്കൾ നബിയെ ദ്രോഹിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. അവർ അന്വേഷിച്ച് ഗുഹ വരെ എത്തിയിട്ടുമുണ്ടായിരുന്നു. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അവർ തികച്ചും നമ്മുടെ തലയ്ക്ക് മേലെത്തിയിരിക്കുന്നു. ആരെങ്കിലും അല്പമൊന്ന് കുനിഞ്ഞു നോക്കുകയാണെങ്കിൽ നാം പിടിക്കപ്പെടുന്നതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മാന, ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഈ വാക്കുകളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ തന്നോട് ചേർത്ത് പറയുന്നു ലാ തഹ്സൻ ഇന്നല്ലാഹ മാന എന്നതിൽ അവർ രണ്ടുപേരും ഉൾപ്പെടുന്നു. അതായത് അള്ളാഹു എന്നോടൊപ്പവും നിന്നോടൊപ്പവും ഉണ്ട്. അള്ളാഹു ഒരു തട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും മറ്റേതിൽ സിദ്ദീഖിനെയും വെച്ചു. ആ സമയത്ത് രണ്ടുപേരും പരീക്ഷണഘട്ടത്തിലായിരുന്നു. ഈ അവസരത്തിൽ ഇസ്ലാമിന് അടിത്തറവാകുകയോ നാമാവശേഷമായി ചെയ്യപ്പെടുകയോ ചെയ്യുന്ന നിർണായക സന്ദർഭമായിരുന്നു അത്. ശത്രു ഗുഹാമുഖത്തുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ചിലർ പറയുന്നു ഈ ഗുഹയിൽ പരിശോധിക്കാമെന്ന്, കാരണം കാലടയാളം അവിടെ വന്ന് അവസാനിക്കുകയാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നു ഇവിടെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കടന്നു വരിക എന്ന്. ചിലന്തി വരയുണ്ടാക്കുകയും പ്രാവ് മുട്ടുകയും ചെയ്തിരിക്കുന്നു. ഇത്തരം സംസാരങ്ങളുടെ ശബ്ദം അകത്തേക്ക് എത്തുന്നുണ്ട്. അവരത് വ്യക്തമായി കേൾക്കുന്നുമുണ്ടായിരുന്നു. എല്ലാം അവസാനിപ്പിക്കാനെന്നതുപോലെ ശത്രുക്കൾ അവിടെ എത്തിയിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് ഉന്നതമായ ധൈര്യം നോക്കുക. ശത്രു തലയ്ക്ക് മുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ തന്റെ വിശ്വസ്തനായ സുഹൃത്ത് സിദ്ദീഖിനോട് പറയുന്നു ലാ തഹ്സൻ ഇന്നല്ലാഹ മാന. ഈ വാക്കുകൾ മനസ്സിലാക്കി തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശബ്ദത്തോടു കൂടിയാണ് പറഞ്ഞത് എന്നാണ്. കാരണം ശബ്ദമുണ്ടാകണം, ആംഗ്യത്തിലൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. പുറത്ത് ശത്രു കൂടിയാലോചനയിലാണ്. ഗുഹയുടെ അകത്താകട്ടെ യജമാനും സേവകനും സംസാരത്തിൽ മുഴുകിയിരിക്കുന്നു. ശത്രു സംസ്കാരം കേൾക്കുമെന്ന് അവർ ഗൗനിക്കുന്നില്ല. ഇത് അള്ളാഹുവിലുള്ള ഉന്നതമായ വിശ്വാസത്തിന്റെയും തിരിച്ചറിവിന്റെയും തെളിവാകുന്നു. ദൈവിക വാഗ്ദാനങ്ങളിൽ
പരിപൂർണ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യത്തിന് ഈ ഉദാഹരണം തന്നെ ധാരാളമാണ്. മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, അള്ളാഹു തന്നെ തന്റെ നിഷ്കളങ്ക പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഭൗമികമായ രീതി വെളിപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സുഹൃത്തിനോടൊപ്പം ഒളിച്ചു കഴിഞ്ഞിരുന്ന ഗുഹ വരെയും ശത്രുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അള്ളാഹു ഒരു പ്രാവിനെ അയക്കുകയും രാത്രിയിൽ ഗുഹയുടെ മുന്നിൽ കൂടുണ്ടാക്കി അതിലത് മുട്ടയിടുകയും ചെയ്തിരുന്നു. അതേപോലെ ദൈവിക നീതി അനുസരിച്ച് ചിലന്തി ഗുഹാമുഖത്ത് തന്റെ വലയും നെയ്തിരുന്നു. അതുകൊണ്ട് കബളിപ്പിക്കപ്പെട്ട എതിരാളികൾ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. നിവേദനങ്ങളിൽ പറയുന്നു, തീരുമാനിക്കപ്പെട്ട പ്രോഗ്രാം അനുസരിച്ച് ഹദ്റത്ത് അബൂബക്കറിന്റെ വീരപുത്രൻ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അബൂബക്കർ രാത്രി സൗർ ഗുഹയിലെത്തി മക്കയിൽ പകലന്തിയോളമുള്ള വാർത്തകൾ എത്തിച്ചു കൊടുത്തിരുന്നു. പിന്നെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് രാവിലെ തന്നെ മക്കയിൽ തിരിച്ചെത്തിയിരുന്നു. മക്കയിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടിയ മാതിരി. അതോടൊപ്പം ആമിർ ബിൻ ഫുഹൈറയുടെ ബുദ്ധിയും നോക്കുക. രാത്രി പാല് തരുന്ന ആടുകളുടെ ആട്ടിൻപറ്റത്തെ കൊണ്ടുവന്നു. തിരിച്ചു പോകുമ്പോൾ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അബൂബക്കറിന്റെ കാലടയാളങ്ങളെയും മായ്ച്ചു കളഞ്ഞിരുന്നു. ചില ചരിത്രകാരന്മാർ വിവരിക്കുന്നു, ഹദ്റത്ത് അസ്മ എല്ലാ ദിവസവും ഭക്ഷണവുമായി വന്നിരുന്നു. എന്നാൽ ഇത് അസംഭവ്യമായ കാര്യമാണ്. അതാണ് ശരിയും. ചിലരുടെ വീക്ഷണത്തിൽ ഈ ദുഷ്കരമായ ഘട്ടത്തിൽ ഒരു സ്ത്രീ എല്ലാ ദിവസവും അവിടേക്ക് വരുന്നത് രഹസ്യം വെളിപ്പെടുന്നതിന് കാരണമാകും. മാത്രമല്ല അബ്ദുല്ലാ ബിൻ അബൂബക്കർ എല്ലാ ദിവസവും അവിടെ വരുന്നുമുണ്ടായിരുന്നു. എന്നിരിക്കെ ഹദ്റത്ത് അസ്മയ്ക്ക് അവിടേക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു? ഏതായാലും നിജസ്ഥിതി അള്ളാഹുവിനറിയാം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞുപോയി. മക്കക്കാർ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞു പരാജയപ്പെട്ടപ്പോൾ അവർ പരസ്പരം കൂടിയാലോചിച്ച ശേഷം ഒരു വലിയ ഇനാം വിളംബരം ചെയ്തുകൊണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തങ്ങളുടെ ആളുകളെ പറഞ്ഞയച്ചു. അവർ ഇങ്ങനെ വിളംബരം ചെയ്തിരുന്നു, ആരെങ്കിലും മുഹമ്മദിനെ ജീവനോടെയോ മരിച്ച അവസ്ഥയിലോ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് 100 ഒട്ടകം ഇനാമായി നൽകുന്നതാണ്. ഇത്ര വലിയ സമ്മാനം പല ആളുകളെയും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചിറങ്ങുന്നതിൽ ഊർജം പകർന്നു. മറുഭാഗത്ത് 3 ദിവസം പൂർത്തിയായതിൽ നേരത്തെയുള്ള വാഗ്ദാനം അനുസരിച്ച് അബ്ദുല്ലാ ബിൻ അരീഖത്ത് ഒട്ടകവുമായി വന്നു. സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു, അബ്ദുല്ലാ ബിൻ അരീഖത്തിന് 3 ദിവസത്തിന് ശേഷം രാവിലെ ഒട്ടകവുമായി വരണമെന്ന് വാഗ്ദാനം വാങ്ങിയിരുന്നു. ഈ നിവേദനത്തിൽ മനസ്സിലാകുന്നത് മദീനയിലേക്കുള്ള യാത്ര സൗർ ഗുഹയിൽ നിന്ന് രാവിലെയാണ് ആരംഭിച്ചത് എന്നാണ്. എന്നാൽ ബുഖാരിയിൽ തന്നെയുള്ള മറ്റൊരു നിവേദനത്തിൽ രാത്രിയാണ് യാത്ര ആരംഭിച്ചത് എന്ന വിശദീകരണവുമുണ്ട്. ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് അബ്ദുല്ലാ ബിൻ ഉരീഖത്തിനെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറും നേരത്തെ തന്നെ തങ്ങളുടെ ഒട്ടകങ്ങളെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 3 രാത്രികൾക്ക് ശേഷം 3-ാമത്തെ ദിവസം രാവിലെ ഒട്ടകങ്ങളുമായി എത്തണമെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉടമ്പടി അനുസരിച്ചെത്തി. ഇത് ബുഖാരിയിലുള്ള സുപ്രസിദ്ധമായ നിവേദനമാണ്. പക്ഷെ ചരിത്രകാരന്മാർ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയാണ് പുറപ്പെട്ടത് എന്ന്. ബുഖാരിയിലെ തന്നെ മറ്റൊരു നിവേദനത്തിൽ ഇതിനുള്ള സാക്ഷ്യവുമുണ്ട്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്നെ പുറപ്പെട്ടു എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച രാത്രി റബീഉൽ അവ്വൽ 1 ഗുഹയിൽ നിന്ന് ഇറങ്ങി യാത്ര പുറപ്പെട്ടു. ഇബ്നു സഅദിന്റെ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 4-ാം തീയതി തിങ്കളാഴ്ച രാത്രിയാണ് ഗുഹയിൽ നിന്ന് പുറപ്പെട്ടത്. ആദ്യത്തെ താരീഖ് ഖമീസിൽ നിന്നുള്ള നിവേദനമാകുന്നു. ബുഖാരിയുടെ വ്യാഖ്യാതാവ് അല്ലാമ ഇബ്നു ഹിജർ അസ്കലാനി എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് തിങ്കളാഴ്ചയാണ് പുറപ്പെട്ടത് എന്നും മദീനയിൽ എത്തിയത് തിങ്കളാഴ്ചയാണ് എന്നും മുഹമ്മദ് ബിൻ മൂസ ഖവാസിരിമി ഒഴികെയുള്ള നിരവധി ആളുകളുടെ അഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഴാഴ്ചയാണ് പുറപ്പെട്ടിരുന്നത് എന്നാണ്. അല്ലാമ ഇബ്നു ഹജർ ഈ 2 നിവേദനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് വ്യാഴാഴ്ച പുറപ്പെടുകയും ഗുഹയിൽ വെള്ളി, ശനി, ഞായർ 3 രാത്രികൾ തങ്ങുകയും തിങ്കളാഴ്ച രാത്രി മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വ എന്ന പേരുള്ള ഒട്ടകത്തിലാണ് യാത്ര ചെയ്തത്. ഹദ്റത്ത് അബൂബക്കർ തന്റെ ഒട്ടകത്തിൽ ആമിർ ബിൻ ഫുഹൈറയെയും കൂട്ടിയാണ് യാത്ര ചെയ്തത്. ഉരീഖത്ത് തന്റെ ഒട്ടകത്തിൽ യാത്ര ചെയ്തു. ഹദ്റത്ത് അബൂബക്കർ തന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ മുതലും 5-6 ആയിരം ദിർഹം കൂടെ കരുതിയിരുന്നു. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമിർ ബിൻ ഫുഹൈറയും ഹദ്റത്ത് അസ്മയും ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. അതിൽ പുഴുങ്ങിയ ആട്ടിൻ മാംസമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഭക്ഷണവും വെള്ളപാത്രവും കെട്ടുന്നതിന് തുണിയൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഹദ്റത്ത് അസ്മ തന്റെ അരപ്പട്ട ഊരി 2 കഷ്ണമാക്കി. ഒന്നുകൊണ്ട് ഭക്ഷണവും മറ്റേതുകൊണ്ട് വെള്ളപാത്രത്തിനും മുഖം കെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അസ്മാക്ക് സ്വർഗത്തിൽ 2 അരപ്പട്ടകളെ സംബന്ധിച്ച് വാർത്ത നൽകി.
എല്ലാവരെയും തിരിച്ചയച്ചതിനു ശേഷം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് യാത്ര ആരംഭിച്ചു. അല്ലാഹുമ്മ അസ്ഹബനി ഫി സഫരി വ ഖലീഫത്തിനി ഫി അഹ്ലി. അള്ളാഹുവെ, എന്റെ യാത്രയിൽ നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്റെ കുടുംബത്തിൽ നീ എന്റെ പ്രതിനിധിയും ആകണമേ. നേരത്തെയും പറഞ്ഞതാണ് അരപ്പട്ട കൊണ്ട് ഭക്ഷണം കെട്ടുന്ന സംഭവം ഹദ്റത്ത് അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഉണ്ടായതായിരുന്നു എന്ന്. എന്നാൽ ഇവിടെയും അതിനെ സംബന്ധിച്ച പരാമർശം കാണപ്പെടുന്നു. ചരിത്രത്തിൽ 2 സന്ദർഭങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ചിലരുടെ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് സൗർ ഗുഹയിലേക്ക് പുറപ്പെടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. മറ്റു ചിലരുടെ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഈ 2 പരാമർശങ്ങളും കാണുന്നു. എന്നാൽ ബുഖാരിയിൽ ഹദ്റത്ത് ആയിഷ ഹിജ്റത്ത് യാത്രയുടെ വിശദീകരണം വിവരിച്ചിട്ടുണ്ട്. ഈ നിവേദനത്തിന് തുടർച്ചയെന്നോണം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഹദ്റത്ത് അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സംഭവമാണെന്നാണ്. അതുകൊണ്ട് ബുഖാരിയുടെ നിവേദനത്തെ പരിഗണിക്കുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. കാരണം ഒന്നാമതായി ഗുഹയിൽ താമസിക്കുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ഹദ്റത്ത് അസ്മ അവിടേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് അസംഭവമായി കാണപ്പെടുന്നു. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അബൂബക്കറും ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറയും 2 പുരുഷന്മാർ അവിടേക്ക് രഹസ്യമായി പോയിരുന്നു. എന്നിരിക്കൊരു സ്ത്രീ അവിടേക്ക് പോയി എന്ന് പറയുന്നത് സുരക്ഷയും മുൻകരുതലും വെച്ച് നോക്കുമ്പോൾ അസംഭവമാണ്. ഏതായിരുന്നാലും വീട്ടിലാണെങ്കിൽ പോലും അരപ്പട്ട കൊണ്ട് ഭക്ഷണം കെട്ടുന്ന സംഭവം ഹദ്റത്ത് അസ്മയുടെ ത്യാഗത്തിന്റെയും അനുദിന സാധാരണമായ സ്നേഹത്തിന്റെയും അടയാളമാണ്. വീട്ടിലാണെങ്കിൽ പോലും എന്തെങ്കിലും സാധനം തിരഞ്ഞ് സമയം കളയുന്നതിന് പകരം അത് കൊടുക്കുകയാണ് അവർ ചെയ്തത്. അതല്ല ഗുഹയിൽ വെച്ചാണെങ്കിൽ അവിടെ ഒരു സാധനവും കിട്ടാത്തത് കൊണ്ട് കൊടുത്തു എന്നും പറയാം. വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും സാധനം തിരഞ്ഞ് സമയം കളയുന്നതിന് പകരം സമയം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കൊണ്ട് തന്റെ അരപ്പട്ട കൊണ്ട് ഭക്ഷണം കെട്ടി ഹദ്റത്ത് അബൂബക്കറിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയച്ചു. അതുകൊണ്ട് തന്നെ ബുഖാരിയുടെ നിവേദനം അനുസരിച്ച് അരപ്പട്ട കൊണ്ട് ഭക്ഷണം കെട്ടുന്ന ഈ സംഭവം ഹദ്റത്ത് അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴാണെന്നും സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയുടെ ആരംഭത്തിൽ അല്ലെന്നും ആണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. ഏതായാലും അള്ളാഹുവിനെ നന്നായി അറിയുകയുള്ളൂ. ഹദ്റത്ത് അസ്മ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഹിജ്റത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അബൂബക്കർ തന്റെ എല്ലാ മുതലും എടുത്തിരുന്നു. അത് ഏറെക്കുറെ 5,000 or 6,000 ദിർഹം ഉണ്ടായിരുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ പിതാമകൻ അബു കഹാഫ ഞങ്ങളുടെ അടുത്ത് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണെ, ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ, അതായത് ഹദ്റത്ത് അബൂബക്കർ തന്റെ സമ്പത്തും കൊണ്ട് നിങ്ങളെ പ്രയാസത്തിൽ അകപ്പെടുത്തി എന്നാണ്. അപ്പോൾ അസ്മ പറഞ്ഞു, ഇല്ല ഉപ്പാപ്പ, ഒരിക്കലും അങ്ങനെയല്ല. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഇട്ടിട്ടാണ് പോയത്. അവർ പറയുന്നു, ഞാൻ കുറെ കല്ലുകൾ എടുത്തു, എന്നിട്ട് എന്റെ പിതാവ് തന്റെ സമ്പത്തുകൾ വെക്കുന്ന ജനാലയ്ക്ക് അരികിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞാൻ അതിനു മുകളിൽ ഒരു തുണി എടുത്തിട്ടു. എന്നിട്ട് എന്റെ പിതാമകന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ ഇതിൽ കൈവച്ചു നോക്കുക. അപ്പോൾ അദ്ദേഹം അതിനു മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഉപേക്ഷിച്ചിട്ടാണല്ലോ പോയത്, എങ്കിൽ നല്ലതാണ് ചെയ്തിട്ടുള്ളത്. ഹദ്റത്ത് അസ്മ പറയുന്നു, അള്ളാഹുവാണേ, അബൂബക്കർ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ സമാധാനം കൊടുക്കാൻ ആഗ്രഹിച്ചു. സൗർ ഗുഹയിൽ നിന്ന് പുറപ്പെട്ട് യാത്രയെ സംബന്ധിച്ച് ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ നിന്ന് പുറപ്പെട്ട് ഒരു ഒട്ടകപ്പുറത്ത്, അതിന്റെ പേര് ചില നിവേദനങ്ങളിൽ അൽ കസ്വ എന്നാണ് വന്നിട്ടുള്ളത്, യാത്ര ചെയ്തു. മറ്റൊന്നിൽ അബൂബക്കറും അദ്ദേഹത്തിന്റെ ഖാദിം ആമിർ ബിൻ ഫുഹൈറയും യാത്ര ചെയ്തു. പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് അവസാന ദൃഷ്ടി വായിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട മക്ക, നീ എനിക്ക് എല്ലാ സ്ഥലങ്ങളെക്കാളും പ്രിയപ്പെട്ടതാണ്. പക്ഷെ നിന്റെ നിവാസികൾ എന്നെ അവിടെ താമസിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ഈ നാട്ടുകാർ തങ്ങളുടെ നബിയെ പുറത്താക്കിയിരിക്കുന്നു, അതുകൊണ്ട് തീർച്ചയായും അവർ നശിപ്പിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖും 2 ദിവസം വരെ ഗുഹയിൽ തന്നെ കഴിച്ചുകൂട്ടി. 3-ാം രാവിൽ മുൻ നിശ്ചയപ്രകാരം 2 ഒട്ടകങ്ങൾ ഗുഹാമുഖത്ത് വന്നു. ഒന്ന് തിരുനബിക്കും വഴികാട്ടിക്കും, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖിനും അദ്ദേഹത്തിന്റെ ദാസനായ ആമിർ ബിൻ ഫുഹൈറയ്ക്കും. മദീനയിലേക്ക് പുറപ്പെടും മുമ്പ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തന്നെ മുഖം തിരിച്ചു. ആ പരിശുദ്ധ പട്ടണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അവിടെ നിന്നാണ് ദൈവനിയോഗിതനായത്. അവിടെയാണ് ഹദ്റത്ത് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൂർവ്വപിതാക്കൾ കഴിഞ്ഞു വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് തന്റെ അവസാന ദൃഷ്ടി പായിച്ചു. വളരെ വേദനയോടുകൂടി ആ പട്ടണത്തെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ മക്ക, നീ എനിക്ക് വളരെ എല്ലാ സ്ഥലങ്ങളെക്കാളും വളരെയേറെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ നിന്റെ നിവാസികൾ എന്നെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല.
ആ സമയത്ത് അബൂബക്കർ വളരെ ഖേദത്തോടു കൂടി പറഞ്ഞു, ഈ ആളുകൾ ഒരു നബിയെ തന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇനി തീർച്ചയായും അവർ നശിപ്പിക്കപ്പെടുന്നതാണ്. ഒരു നിവേദനം അനുസരിച്ച് ജൂഫ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, ഈ സ്ഥലം മക്കയിൽ നിന്ന് ഏകദേശം 82 മൈൽ ദൂരെയാണുള്ളത്. ഈ ആയത്ത് അവതരിച്ചു. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലാ റാദ്ദക ഇലാ മആദ്. ഖുർആൻ നിനക്ക് നിയമമായി കൽപ്പിച്ചവൻ തീർച്ചയായും നിന്നെ പ്രത്യാഗമന സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കുന്നവനാണ്. രാത്രി മുഴുവൻ യാത്ര തുടർന്നു. അങ്ങനെ ഉച്ച സമയത്ത് ഒരു കുന്നിൻ ചെരുവിൽ സംഘം വിശ്രമിക്കുന്നതിന് വേണ്ടി നിന്നു. അബൂബക്കർ വിരിപ്പ് വിരിച്ച് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിശ്രമിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നു. പിന്നെ അബൂബക്കർ പുറത്തിറങ്ങി ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന് നോക്കി. ഇത്രയും ആയപ്പോഴേക്കും ദൂരെ നിന്ന് ഒരാട്ടിടയും തണൽ അന്വേഷിച്ച് അവിടേക്ക് വരുന്നത് കണ്ടു. അതിനകത്ത് അബൂബക്കർ പറയുന്നു, ഞാൻ അവനോട് ചോദിച്ചു, നീ ആരുടെ ഭൃത്യനാണ്? അവൻ പറഞ്ഞു, ഖുറൈശിലെ ഇന്ന വ്യക്തിയുടെ. അവൻ ആളുടെ പേര് പറഞ്ഞു. ഞാൻ അയാളെ മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, നിന്റെ ആടുകൾക്ക് പാലുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ട്. ഞാൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പാല് കറക്കുമോ? അവൻ പറഞ്ഞു, ഉവ്. ഞാൻ അവനോട് പാല് കറക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ തന്റെ ആടുകളിൽ ഒന്നിന്റെ കാലുകളിൽ പിടിച്ചു. പിന്നെ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അതിന്റെ അകിട് വൃത്തിയാക്കുക. പിന്നെ ഞാൻ എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ പാത്രത്തിൽ പാല് വാങ്ങുകയുണ്ടായി. പാലിന്റെ കട്ടി കുറയുന്നതിന് വേണ്ടി അവൻ അതിൽ വെള്ളം ചേർത്തു. പിന്നെ ആ പാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തിച്ചു. ചില നിവേദനമനുസരിച്ച് അബൂബക്കർ പാല് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുക തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശ്രമത്തിന് ഭംഗം വരുത്തരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുന്നവരെ നീ കാത്തിരിക്കുന്നതാണ് ഉചിതമെന്നും കരുതി. ഉണർന്നപ്പോൾ പാല് കൊടുത്തുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കുടിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം കുടിച്ചു എന്നാൽ അബൂബക്കർ പറയുന്നു, എനിക്ക് തൃപ്തിയായി, സന്തോഷമായി. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പുറപ്പെടാൻ സമയമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്ര ആരംഭിക്കാം. ഞാൻ പറഞ്ഞു, അതേ യജമാനരെ. വീണ്ടും അങ്ങനെ യാത്ര തുടർന്നു. സുറാഖ ബിൻ മാലിക് പിന്തുടർന്ന സംഭവം ഇങ്ങനെയാണ്. അരീക്കത്തിനെ പോലെയുള്ള വിദഗ്ധരായ വഴികാട്ടിയുടെ നേതൃത്വത്തിൽ സമുദ്ര തീരത്തിൽ കൂടിയാണ് മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. അത് മദീനയിലേക്കുള്ള സാധാരണ വഴികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. മക്കയുടെയും തൊട്ടടുത്ത സ്ഥലങ്ങളിലും 100 ഒട്ടകം സമ്മാനമായി കൊടുക്കുമെന്ന് പൊതുവിളംബരം നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വലിയ സമ്മാനം കൈപ്പറ്റാൻ ആഗ്രഹിച്ചിരുന്നു. സുറാഖ ബിൻ മാലിക് വിവരിക്കുന്നു, പിന്നീട് ഇദ്ദേഹം മുസ്ലിമായി വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പക്കൽ ഖുറൈശികളുടെ സന്ദേശവാഹകൻ വന്നു. അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അബൂബക്കറിന്റെയും തലയ്ക്ക് വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും വധിച്ച അവസ്ഥയിലോ ജീവനയോടെയോ പിടികൂടേണ്ടതാണ്. സുറാഖ പറയുന്നു, ഞാനും എൻ്റെ സമുദായമായ ബനു മദ്ലിജിൽ ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. ഒരു വ്യക്തി ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നു. ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു, സുറാഖ, ഞാൻ സമുദ്രതീരത്തോടു കൂടി കുറച്ച് ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. 3 വ്യക്തികൾ അടങ്ങുന്ന ഒരു സംഘം പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അത് മുഹമ്മദ് തന്നെയാണെന്നാണ്. സുറാഖ ബിൻ മാലിക് പറയുന്നു, അത് മുഹമ്മദിന്റെ സംഘം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ സമ്മാനത്തിൽ എന്നോടൊപ്പം മറ്റാരെങ്കിലും ഭാഗവാക്കാകുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ ആ സന്ദർഭത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അത് പറഞ്ഞ ആളോട് ഞാൻ കണ്ണുകൾ കൊണ്ട് സൂചന നൽകി നിശബ്ദനായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വയം പറഞ്ഞു, അല്ല, അത് മുഹമ്മദിന്റെ സംഘമാകാൻ നിവൃത്തിയില്ല. മറിച്ച് നിങ്ങൾ പറയുന്ന ആളുകൾ ഞങ്ങളുടെ മുന്നിലൂടെ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. അത് ഇന്ന ആളുകളാണ്. അവർ തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ അന്വേഷിച്ചിറങ്ങിയവരാണ്. സുറാഖ പറയുന്നു, ഞാൻ കുറച്ചു സമയം ആ സദസ്സിൽ തന്നെ ഇരുന്നു, ആർക്കും സംശയം തോന്നാതിരിക്കുന്നതിന് വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ വേലക്കാരിയോട് പറഞ്ഞു, എൻ്റെ ഇന്ന ശീഘ്രഗതിയിൽ ഓടുന്ന കുതിരയെയും കൊണ്ട് വീടിന്റെ പിൻഭാഗത്തേക്ക് ഇന്ന സ്ഥലത്ത് വന്നു നിൽക്കുക, എന്നെ പ്രതീക്ഷിച്ചു നിൽക്കുക. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം അവിടെ എത്തി. വിവരിക്കുന്നു, ഞാൻ ശകുനം നോക്കി. എന്നാൽ യാത്രക്കെതിരായിട്ടാണ് ആ ശകുനം പുറത്തു വന്നത്. എന്നാൽ ഞാനത് ഗൗനിച്ചില്ല. ഞാൻ ആ കുതിരയെ വളരെ അതിശീഘ്രം വായിച്ചു. ഞാൻ വളരെ ശീഘ്രഗതിയിൽ ആ സംഘത്തെ പിന്തുടർന്നു. എനിക്കറിയാമായിരുന്നു അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ സംഘമാണെന്ന്. സുറാഖ പറയുന്നു, ഞാൻ ഓരോ ഘട്ടങ്ങളും തരണം ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ സംഘത്തിന്റെ വളരെ സമീപസ്ഥമെത്തി. വളരെ കുറച്ചു ദൂരം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്റെ ഒട്ടകം സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി കാലിടറുകയും അത് വീഴുകയും ചെയ്തു. ഞാൻ വീണ്ടും എഴുന്നേറ്റു, ശകുനം നോക്കി.
പക്ഷേ എൻ്റെ ഉദ്ദേശത്തിനെതിരായിട്ടാണ് ശകുനം വന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊണ്ടുവരണമെന്നും 100 ഒട്ടകങ്ങളുടെ സമ്മാനം കരസ്ഥമാക്കണമെന്നുമാണ്. വീണ്ടും ഞാൻ എഴുന്നേറ്റു, കുതിരപ്പുറത്ത് യാത്ര തുടർന്നു. ഇപ്പോൾ ഞാൻ എത്രമാത്രം അടുത്തെത്തിയെന്നാൽ അത് മുഹമ്മദും അബൂബക്കറും ആണെന്ന് മാത്രമല്ല ഞാൻ തിരിച്ചറിഞ്ഞിരുന്നത്, മറിച്ച് എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ചൊല്ലുന്നതായി ശബ്ദവും കേൾക്കാൻ കഴിയുമായിരുന്നു. ഇത്രയുമായപ്പോഴേക്കും എൻ്റെ കുതിര വളരെ ശക്തമായ രീതിയിൽ കാലിടറുകയും അതിൻ്റെ കാലുകൾ മണ്ണിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്തു. ഞാനും വീഴുകയുണ്ടായി. പിന്നെ ഞാൻ കുതിരയെ ശകാരിച്ചു, എഴുന്നേറ്റ് നിന്നു. അതായത് ഞാൻ അതിനെ ചീത്ത പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് നിന്നു. എൻ്റെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയിരുന്നു. ഞാനത് പുറത്തേക്കെടുത്തു. എന്നാൽ കുതിരയ്ക്ക് കാലുകൾ പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞിട്ടായിരുന്നില്ല. അവസാനം അത് നേരെ നിന്നപ്പോൾ 2 കാലുകളും പുറത്തേക്കെടുത്തപ്പോൾ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പരക്കുകയുണ്ടായി. അത് എത്രമാത്രം ആഴ്ന്നു പോയിരുന്നു എന്നാൽ കാലുകൾ പുറത്തേക്കെടുത്തപ്പോൾ മണ്ണും പൊടിപടലങ്ങളും ചുറ്റുപാടും ഉയർന്നു പൊങ്ങുകയുണ്ടായി. പറയുന്നു, ഞാൻ വീണ്ടും എൻ്റെ അമ്പുകൾ കൊണ്ട് ശകുനം നോക്കി. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടാത്ത ശകുനം തന്നെയാണ് പുറത്തേക്ക് വന്നത്. ഞാൻ അവിടെ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, അയാളോട് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുക എന്ന്. അദ്ദേഹം പറയുന്നു, ഞാൻ സുറാക്കയാണ്, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരോട് നിന്നു. സുറാക്ക പറഞ്ഞു, മക്കക്കാർ അവരെ ജീവനോടെയോ മരിച്ച നിലയിലോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങൾ ഇനാമായി നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ആ അത്യാർത്ഥിയിലാണ് നിങ്ങളെ പിന്തുടർന്നു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ എനിക്കിപ്പോൾ സംഭവിച്ചതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ നിങ്ങളെ പിന്തുടർന്നത് ശരിയല്ല എന്നാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ കുറച്ച് പാഥേയം സമർപ്പിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയുണ്ടായില്ല. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് ആരോടും പറയരുത്. അയാൾ അതിനുള്ള വാഗ്ദാനവും നൽകി. അതോടൊപ്പം തന്നെ പറഞ്ഞു, എനിക്കുറപ്പാണ് താങ്കൾ ഒരു ദിവസം രാജാധികാരം കരസ്ഥമാക്കുക തന്നെ ചെയ്യും. എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉടമ്പടി എഴുതി തന്നാലും ആ സമയത്ത് ഞാൻ അങ്ങയുടെ സവിധത്തിൽ വരുമ്പോൾ എനിക്ക് ആദരവും നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭയത്തിനുള്ള രേഖയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമനുസരിച്ച് ആ രേഖ ഹദ്റത്ത് അബൂബക്കർ, മറ്റൊരു നിവേദനമനുസരിച്ച് ആമിർ ബിൻ ഫുഹൈറയാണ് എഴുതി നൽകിയത്. അദ്ദേഹം ആ രേഖയുമായി തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഈ അനുസ്മരണം ഇനിയും തുടരുന്നതാണ്. ഇൻഷാല്ലാ പുതുവർഷം ആരംഭിക്കുകയുമാണ്. അള്ളാഹു ഈ വരുന്ന വർഷം ജമാഅത്തിലെ അംഗങ്ങൾക്കും ജമാഅത്ത് എന്ന നിലയ്ക്ക് എല്ലാ തലത്തിലും അനുഗ്രഹീതമാക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഷറുകളിൽ നിന്നും ജമാഅത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. ജമാഅത്തിനെതിരിൽ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും ധൂളിയാക്കുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമുമായി അള്ളാഹു ചെയ്ത വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം പൂർത്തിയാകുന്നതായി കാണാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം കാണിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് വളരെയധികം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പുതുവർഷത്തിൽ ദുആയോടുകൂടി പ്രവേശിക്കുക. തഹജ്ജുദിനും പ്രത്യേകമായി സംവിധാനം ചെയ്യുക. ചില പള്ളികളിൽ നടക്കാറുണ്ട്, മറ്റ് സ്ഥലങ്ങളിലും അതിനുള്ള ഏർപ്പാട് ചെയ്യേണ്ടതാണ്. വ്യക്തിപരമായ രീതിയിലും കൂട്ടായ നിലയ്ക്കും വ്യക്തിപരമായ നിലയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും തഹജ്ജുദിന് വളരെ പ്രത്യേകമായ രീതിയിലുള്ള സംവിധാനം ചെയ്യുക, ദുആ ചെയ്യുക. ഇതിന് ഒരു സ്ഥായിയായ സ്വഭാവമാക്കി മാറ്റണം. എങ്കിലും നാളെ ഇത് നമസ്കരിക്കുക. അതല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അത് ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്തിനും ഇസ്തിഗ്ഫാറിനും പുറമെ ഈ ദുആകളും അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ നേർവഴിയിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ. നീ ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം പ്രദാനം ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹദാതാവ്. മാത്രമല്ല ഈ ഒരു ദുആയും ചെയ്യുക. റബ്ബന ഗഫിർ ലനാ സുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ കാര്യങ്ങളിലുള്ള അമിതത്വത്തെയും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. അവിശ്വാസികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ.
അള്ളാഹു എല്ലാ അഹമ്മദികൾക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ സമയത്ത് ജുമാക്ക് ശേഷം ചില ജനാസ ഗായിബ് ഞാൻ നമസ്കരിപ്പിക്കുന്നതുമാണ്. അവരെ സംബന്ധിച്ച് ഇനി ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിലാദ്യത്തെ അനുസ്മരണം മലിക് ഫാറൂഖ് അഹമ്മദ് സാബ് ഖോക്കർ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം മുൾത്താൻ ജില്ലയിലെ അമീറായി ആയിരുന്നു. ഡിസംബർ 18 80-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാവ് മലിക് ഉമർ അലി ഖോക്കർ സാഹിബ് ആയിരുന്നു. അദ്ദേഹം റയീസ് മുൾത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാതാവ് സയ്യിദ നുസർ ജഹാൻ ബേഗ സാഹിബയാണ്. സയ്യിദ സാഹിബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഹദ്രത്ത് മീർ മുഹമ്മദ് ഇസാഖ് സാഹിബിന്റെ മകളായിരുന്നു. ഹദ്രത്ത് മലിക് മുഹമ്മദ് ഉമർ അലി സാഹിബ് ജമാഅത്ത് സ്വീകരിക്കുമ്പോൾ തന്റെ യുവത്വഘട്ടത്തിൽ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലഘട്ടത്തിൽ ഖാദിയാനിൽ വന്ന് ബയ്യത്ത് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. മലിക് ഉമർ അലി സാഹിബിന്റെ വഫാത്ത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. ആ സമയത്ത് മലിക് ഫാറൂഖ് അഹമ്മദ് സാഹിബിന് ഏറെക്കുറെ 20-22 വയസ്സായിരുന്നു പ്രായം. യുവാവായിരുന്നു. കറാച്ചിയിൽ കുറച്ച് ബിസിനസ് ഉണ്ടായിരുന്നു മലിക് സാഹിബിന്റെ. കൂടാതെ ഭൂമിയും ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് സംരക്ഷിച്ചു വന്നത്. തന്റെ മാതാവിനും വാസ്തവത്തിൽ 2 മാതാക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. സഹോദരി സഹോദരന്മാരെയും അദ്ദേഹം മാതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സംരക്ഷിച്ചു. മലിക് ഫാറൂഖ് ഖോക്കർ സാഹിബ് നീണ്ടകാലം മുൾത്താൻ ജില്ലാ കായിദ് പോലീസ് ഖുദാമുൽ അഹമ്മദിയ ആയിരുന്നു. പിന്നീട് മുൾത്താൻ പ്രവിശ്യയുടെ കായിദ് എന്ന നിലയ്ക്കും ഉണ്ടായിരുന്നു. 1980 മുതൽ 85 വരെ മുൾത്താൻ ജില്ലാ അമീറായി സേവനത്തിന് തൗഫീക്ക് ലഭിച്ചു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം മുൾത്താൻ പട്ടണത്തിന്റെ അമീറായും സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിവാഹം 1968 ഹദ്രത്ത് അസീസ് അഹമ്മദ് സാഹിബിന്റെ മകൾ ദർദാന സാഹിബിയുമായിട്ടാണ് നടന്നത്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസാണ് നിക്കാഹ് നിർവഹിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മകനെയും 5 പെൺമക്കളെയും നൽകി. അദ്ദേഹത്തിന്റെ ഭാര്യ വിവരിക്കുന്നു, വളരെയധികം സ്നേഹസമ്പന്നനും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളുമായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്നു. കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. എന്നെയും തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുമായിരുന്നു. വഫാത്തായ ദിവസവും രാത്രിയും നഫൽ നമസ്കരിച്ചിരുന്നു, നമസ്കാരവും അനുഷ്ഠിച്ചിരുന്നു. പിന്നീടാണ് ഉറങ്ങിയത്. എല്ലാ സമയത്തും ഒതുവോടുകൂടി ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നു, അമീർ ജമാഅത്ത് അല്ലാതിരുന്നപ്പോഴും ഏതെങ്കിലും മഹമ്മദിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും വന്നാൽ, അതല്ലെങ്കിൽ ഫോൺ വന്നാൽ ഉടൻ തന്നെ ആ കാര്യത്തിന് വേണ്ടി തയ്യാറാകുമായിരുന്നു. ജമാഅത്ത് അമീറായതിനു ശേഷം എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്ന കൽപ്പന എല്ലാ സമയത്തും ഭക്ഷണവും ചായയും തയ്യാറായിരിക്കണമെന്നാണ്. ഏത് സമയത്തും അതിഥികൾ വരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു, എന്റെ വീട് അതിഥികളെ കൊണ്ട് ഒഴിഞ്ഞൊരു സമയവും എനിക്ക് ഓർമ്മയില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ദിനം അതിഥിയും ഉണ്ടാകുമായിരുന്നു. ചില മുറബിമാരെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വീട് തന്നെയായിരുന്നു ഓഫീസായിരുന്നത്. വളരെ വിശാലഹൃദയനായിരുന്നു, സ്നേഹസമ്പന്നനുമായിരുന്നു. എല്ലാ അനഹമ്മദി ബന്ധുക്കളും, മറിച്ച് ഖോക്കർ കുടുംബം മുഴുവൻ അദ്ദേഹത്തിന് വളരെയധികം ആദരവ് നൽകിയിരുന്നു. വളരെയധികം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം അത് എല്ലാ സമയത്തും നിറവേറ്റുകയും ചെയ്തിരുന്നു. അള്ളാഹു അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ തിലാവത്ത് ചെയ്യുമായിരുന്നു. ഭാര്യ പറയുന്നു, ഞാൻ തിലാവത്ത് ചെയ്യുമ്പോൾ എന്റെ തിലാവത്ത് വിശുദ്ധ ഖുർആൻ നോക്കാതെ തന്നെ അദ്ദേഹം അതിലുള്ള തിരുത്തലുകൾ വരുത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ തൽഹ പറയുന്നു, അദ്ദേഹം തന്നെ 2 മാതാക്കളെയും നല്ലപോലെ ശ്രദ്ധിച്ചു. ഒരു വ്യത്യാസവും കൽപ്പിച്ചിരുന്നില്ല. തന്റെ എല്ലാ സഹോദരന്മാരുടെയും വിവാഹങ്ങൾ സ്വയം നടത്തിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ വീട് എപ്പോഴും മനസ്സുപോലെ തന്നെ എല്ലാവർക്കു വേണ്ടിയും തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ജമാഅത്തിലെ വഖഫ് ചെയ്ത ആളുകൾക്ക് വേണ്ടി ഒരു വീടുണ്ടായിരുന്നു. അതായത് മിരിയിലുള്ള ഖൈറ എന്ന സ്ഥലത്ത്. അദ്ദേഹം പറയുമായിരുന്നു, ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ജമാഅത്തിന് വേണ്ടിയാണ്. ആരോടും അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞിരുന്നില്ല. ആർക്കും എപ്പോഴും അവിടെ താമസിക്കാമായിരുന്നു. 1984 ഗവൺമെന്റ് ഓർഡിനൻസിന് ശേഷം ഉണ്ടായ പരീക്ഷണ ഘട്ടത്തിൽ പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ ഗാംഭീര്യമുള്ള പേഴ്സണാലിറ്റി കാരണം മുൾത്താൻ ജില്ലയിലും പട്ടണത്തിലും എല്ലാ ആളുകൾക്കും എപ്പോഴും അദ്ദേഹം ആവേശം പകർന്നുകൊണ്ടിരുന്നു. ഒരിക്കലും തന്നെ ആരെയും നിരാശരാകാൻ അനുവദിച്ചില്ല. അത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഹിജ്റത്തിന്റെ യാത്രയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉസൂറിന്റെ കാഫിലയിൽ ഭാഗമാകാൻ അദ്ദേഹത്തിനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് സംഘത്തിന്റെ ലീഡറുമായിരുന്നു. അദ്ദേഹമാണ്
ശരിയായ വഴി കാട്ടിക്കൊടുക്കുന്നതിനുള്ള ഗൈഡായിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, പിതാവ് ഇമാരത്ത് വേളയിൽ ഞങ്ങളുടെ വീട് എന്നതിന് പകരം ഓഫീസായിരുന്നു കൂടുതലായിട്ടും. എപ്പോഴും ആളുകൾ നിറഞ്ഞിരുന്നു. കൃഷികളുടെ കാര്യങ്ങൾ തന്റെ ചെറിയ സഹോദരനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. തന്റെ മുഴുവൻ സമയവും ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിരുന്നു. എല്ലാവരും വളരെ ഒരു ഔപചാരികം കൂടാതെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകൃതവും ഔപചാരികത ഒന്നുമില്ലാത്തതായിരുന്നു. അഹമ്മദികളില്ലാത്ത കുടുംബക്കാർക്കും സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. പറയുന്നു, അദ്ദേഹത്തിന്റെ ജനാസയിൽ ഞങ്ങളുടെ ചില കുടുംബക്കാർ വന്ന് കരയുകയായിരുന്നു. അവർ പറയുന്നു, ഇന്ന് ഞങ്ങൾ അനാഥരായിരിക്കുന്നു, കാരണം അദ്ദേഹം അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നു, എപ്പോഴും ഞങ്ങളോട് നമസ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായും ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി ഉപദേശിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ മകൾ ഫായിസ പറയുന്നു, പിതാവിന് അള്ളാഹുള്ള തവക്കൽ വളരെ അനുപമമായിരുന്നു. എല്ലാ തരത്തിലുള്ള കാലവും അദ്ദേഹം കണ്ടിട്ടുണ്ട്. യുവത്വ കാലഘട്ടത്തിൽ യതീമായി എല്ലാ അവസ്ഥകളും കണ്ടു, പ്രയാസങ്ങളും സുഖങ്ങളും കണ്ടു. പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ തന്നെ കണ്ടത് പിതാവ് അള്ളാഹുവിൽ തവക്കൽ ചെയ്തത് എപ്പോഴും വെളിപ്പെടുത്തുമായിരുന്നു. എപ്പോഴും പറഞ്ഞിരുന്നത്, എൻ്റെ അള്ളാഹു എനിക്ക് മതിയായവനാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നു. പറയുന്നു, പിതാവിന് ഖിലാഫത്തിനോട് അഗൈതവമായ സ്നേഹവും ഉണ്ടായിരുന്നു. ഖിലാഫത്ത് സ്മരണകൾ വരുമ്പോൾ കരയുമായിരുന്നു. ഒരു പ്രയാസ പരീക്ഷണഘട്ടവും അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതും അദ്ദേഹം വളരെ സബറോടുകൂടി ദുആയോടുകൂടി കഴിച്ചു കൂട്ടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചെറിയ സഹോദരൻ മലിക് താരിഖ് അലി ഖോക്കർ, അത് രണ്ടാമത്തെ മാതാവിൽ നിന്നുള്ള സഹോദരനാണ്, പറയുന്നു, എൻ്റെ പിതാവ് മരണപ്പെടുമ്പോൾ എനിക്ക് 9 വയസ്സായിരുന്നു പ്രായം. എൻ്റെ ഈ സഹോദരനുണ്ടല്ലോ, എൻ്റെ വലിയ സഹോദരൻ മലിക് ഫാറൂഖ് സാഹിബ്, അദ്ദേഹം അന്ന് 22 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവായിരുന്നു. എന്നാൽ അദ്ദേഹം ഞങ്ങൾക്ക് പിതാവിനെ പോലെയാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. ആയുസ് മുഴുവനും പിതാവില്ലാത്തത് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നില്ല. പറയുന്നു, അനഹമ്മദി കുടുംബങ്ങൾക്ക് മേലും അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. അവരെയും അദ്ദേഹം നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. ഒരുപാട് അഹമ്മദി കുടുംബങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനവും ജോലിക്കുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. വീണ്ടും പറയുന്നു, എൻ്റെ സഹോദരൻ എല്ലാ ആവശ്യക്കാർക്കും കടം കൊടുക്കുമായിരുന്നു. ഒരിക്കലും തിരിച്ചു ചോദിച്ചിരുന്നില്ല. എപ്പോഴും കൊടുത്തിരുന്നത് അത് കർദേ ഹസന, നല്ല കടം എന്ന രീതിയിലാണ്. ഒരുപാട് പുതു അഹമ്മദികൾ പറയുന്നു, ഞങ്ങൾക്ക് അഹമ്മദിയത്തിൽ വന്നതിന് ശേഷം മലിക് ഫാറൂഖ് അഹമ്മദ് സാബ് ഖോക്കർ ഞങ്ങളെ സ്വന്തക്കാരെ പോലെയാണ് സംരക്ഷിച്ചത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. 80 വയസ്സായപ്പോൾ, മറിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങളായി പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ആശങ്ക തന്റെ സ്വത്തിന്റെ ഭാഗം കൊടുക്കുന്നതിന് സംബന്ധിച്ചായിരുന്നു. തന്റെ ഹിസ്സ ജായ്ദാദിന് നല്ലൊരു പങ്കും അദ്ദേഹം കൊടുത്തു വിട്ടിയിരുന്നു. കുറച്ച് ബാക്കിയുണ്ട്. അള്ളാഹു ബാക്കി കൊടുക്കുന്നതിന് മക്കൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരി താഹിറ പറയുന്നു, ഇവരും രണ്ടാമത്തെ ഉമ്മയിൽ നിന്നുള്ള സഹോദരിയാണ്. എൻ്റെ സഹോദരൻ എപ്പോഴും എന്നോട് ഒരു പിതാവിനെ പോലെയാണ്, വാത്സല്യമുള്ള പിതാവിനെ പോലെയാണ് പെരുമാറിയത്. ഏറ്റവും ഉന്നതമായ സ്വഭാവം എന്തെന്നാൽ ഒരിക്കലും 2 ഉമ്മമാരുടെ മക്കളാണെന്നുള്ള വ്യത്യാസം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സഹോദരി സഹോദരന്മാരോടും ഒരുപോലെയാണ് പെരുമാറിയത്. 2 മാതാക്കളോടും തുല്യമായ രീതിയിൽ പെരുമാറി. ഞങ്ങളുടെ മാതാക്കൾ വെവ്വേറെയാണെന്ന് ഞങ്ങൾക്ക് തോന്നാൻ പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പറയുന്നു, അദ്ദേഹം തീർച്ചയായും എനിക്ക് പിതാവിന്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒരു പിതാവ് വളരെ നിശബ്ദനായി തൻ്റെ മകളുടെ ദുഃഖത്തിനും സുഖത്തിനും ഭാഗവാക്കാകുന്നത് പോലെ എന്നോടും അതേ ബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മകൾ നമൂദ് സെഹർ പറയുന്നു, ചില കാര്യങ്ങൾ എൻ്റെ പിതാവിന്റെ ജീവിതത്തിൽ വളരെ പ്രകടമായിട്ടുണ്ട്. അത് കൂടെ കൂടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും അധികമായിട്ടുള്ളത് അതിഥി സൽക്കാരമാണ്. ജനങ്ങളോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. പറയുന്നു, അതിഥി സൽക്കാരത്തിന്റെ അവസ്ഥ എന്തെന്നാൽ വീട്ടിൽ ഭക്ഷണം തയ്യാറായിരിക്കും. അതിഥികൾ വരുമ്പോൾ വീട്ടുകാർ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുകയാണെങ്കിലും ആ ഭക്ഷണം അതിഥികൾക്ക് വേണ്ടി പോകുമായിരുന്നു. പിന്നെ വീട്ടുകാർ കോഴിമുട്ട പൊരിച്ച് കഴിച്ചു കൂട്ടുമായിരുന്നു. വീണ്ടും പറയുന്നു, ഒരുപാട് തെറ്റുകൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ചിലപ്പോൾ ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടിയും വരാം. എന്നാൽ ഒരിക്കലും ഖിലാഫത്ത് സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും തന്നെ കാലത്തിന്റെ ഖലീഫ തെറ്റായ തീരുമാനമെടുത്തു എന്നുള്ള ധാരണ പോലും ഉണ്ടാകാൻ അനുവദിച്ചിട്ടില്ല. എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഖുത്ബ കേൾക്കാനും ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനും പ്രത്യേകമായി
സംവിധാനം ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തും കാരുണ്യവും ചൊരിയുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് സബറും ആത്മവിശ്വാസവും നന്മകളിൽ മുന്നേറാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഇന്തോനേഷ്യയിലെ റഹ്മത്തുള്ളാഹി സാഹിബിനെ സംബന്ധിച്ചാണ്. 68-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കിഴക്കൻ ജാവയിൽ ആണ് അദ്ദേഹം ജനിച്ചത്. 1980-ൽ ഇന്തോനേഷ്യൻ ജമാഅത്തിലെ മുൻ മുബല്ലിഗ് ഇൻചാർജ് സിയൂത്തി അസീസ് സാഹിബ് മുഖേനയാണ് ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചത്. 1993-ൽ വസിയത്തിൽ ഭാഗവക്കായി. തന്റെ വഫാത്ത് വരെയും അവിടെയുള്ള കേരങ്ക് നട്ടിക ജമാഅത്തിൽ സേവനം ചെയ്യുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 3 മക്കളും 6 പേരമക്കളുമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, മർഹൂം ഒരു സ്വപ്നം കണ്ടിരുന്നു. അതിൽ അദ്ദേഹം തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു നീണ്ട വരിയിലാണ് കാണുന്നത്. അദ്ദേഹം സ്വപ്നത്തിൽ ആരോട് ചോദിക്കുന്നു, ഇതിലേത് വരിയിലാണ് ഞാൻ ഭാഗവാക്കാകേണ്ടത്? ആരോ ഒരു വരിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. അതിൽ വളരെ പരിശുദ്ധനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ പരിശുദ്ധ വ്യക്തിയെ അറിയുമായിരുന്നില്ല. കുറച്ചു കാലത്തിന് ശേഷം മനസ്സിലായത് അദ്ദേഹം കണ്ട സ്വപ്നത്തിലെ ആ പരിശുദ്ധമായ വ്യക്തിത്വം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ആയിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം ജമാഅത്തിന്റെ സത്യത്തിന് വക്താവായി മാറി. പിന്നീട് ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. അദ്ദേഹത്തിന്റെ മകൾ എഴുതുന്നു, അദ്ദേഹം ബയ്യത്തിന് ശേഷം പ്രാദേശിക ജമാഅത്ത് കൂടാതെ ലോക്കൽ മജ്ലിസ് അൻസാറുള്ളയിലും സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ജമാഅത്തിന് എതിരാളികളിൽ നിന്ന് എതിർപ്പുകളും ഭീഷണികളും ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി ജമാഅത്തിനെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നു. ആരെങ്കിലും സഹായം ചോദിക്കുകയോ കടം ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും അവരെ സഹായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 3-ാമത്തെ മകൾ എഴുതുന്നു, ഖിലാഫത്തുമായി അനിതര സാധാരണമായ ബന്ധമായിരുന്നു. വളരെ അതിനോട് അനുസരണമുള്ള ആളുമായിരുന്നു. അമീർ ഇന്തോനേഷ്യ അബ്ദുൽ ബാസിദ് സാഹിബ് എഴുതുന്നു, വളരെയധികം സ്നേഹമുള്ള, ഖിലാഫത്തിനോടും ജമാഅത്തിനോടും സ്നേഹമുള്ള ആളായിരുന്നു. പറയുന്നു, പടിഞ്ഞാറൻ ജാവയിലുള്ള ഒരു പട്ടണത്തിൽ ഉള്ള ജമാഅത്തിന് പല പ്രാവശ്യം ശത്രുക്കൾ മസ്ജിദ് ആക്രമിക്കുകയുണ്ടായി. പ്രാദേശിക ഗവൺമെന്റിൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റഹ്മത്തുള്ളാഹി സാഹിബ് വളരെ ധൈര്യപൂർവ്വം ശത്രുക്കളെയും പ്രാദേശിക ഭരണകൂടത്തെയും അഭിമുഖീകരിച്ചു. അവരുടെ ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി. അദ്ദേഹത്തിന്റെ ശ്രമപരമായി അവിടെ ഇപ്പോഴും ജമാഅത്ത് സ്ഥാപിതമാണ്. ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തും കാരുണ്യവും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും നന്മകളെ തുടരുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം അൽഹാജ് അബ്ദുൽ ഹമീദ് ടാക് സാഹിബ് യാരിപ്പുര കശ്മീരിൻ്റെതാണ്. ഡിസംബർ 24-ന് 94-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. മുഹമ്മദ് അക്രം ടാക് സാബ് യാരിപ്പുരയുടെ മകനാണ്. അദ്ദേഹം ഈ പ്രദേശത്തിലെ ആദ്യകാല അഹമ്മദികളിൽ ഉൾപ്പെടുന്നു. ഇദ്ദേഹം വളരെയധികം നിർമ്മല സ്വഭാവിയും എല്ലാവരുമായും ഇഴുകിച്ചേരുന്ന പ്രകൃതമുള്ള ആളും വളരെ സൗഹൃദപ്രിയനും മൃദുഭാഷിയും ആയിരുന്നു. നീണ്ടകാലം ജമാഅത്തിന് ഖിദ്മത്തുകൾ ചെയ്യുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ സംസ്ഥാന അമീർ എന്നതിനു പുറമെ ജില്ലാ അമീറായും അൻസാറുള്ള നാസിമായും സേവനം ചെയ്യുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചിരുന്നു. പ്രാദേശികമായും ജമാഅത്തിൽ പ്രാദേശിക സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. നീണ്ടകാലം അഞ്ജുമൻ തഹ്രീക് ജദീദ് ഭാരതിന്റെ ഓണററി മെമ്പറും ആയിരുന്നു. സൂബായി ഇമാരത്തിനിടയിൽ 1987-ൽ കശ്മീർ താഴ്വരയിൽ 5 ജമാഅത്തി സ്കൂളുകൾ ആരംഭിക്കുകയുണ്ടായി. ഒരുപാട് മസ്ജിദുകളും മിഷൻ ഹൗസുകൾക്കും ആരംഭം കുറിച്ചു. അതിൽ അദ്ദേഹം ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. യുവാക്കളുടെ വൈജ്ഞാനിക നിലവാരം കഴിവുകളും ഉയർത്തുന്നതിനും അദ്ദേഹം നല്ലപോലെ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ആ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലായിരുന്നു. യാരിപ്പുര പ്രദേശത്ത് സാമൂഹിക സേവനങ്ങൾ കാരണവും ജനങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തും കാരുണ്യവും തോടും കൂടി പെരുമാറുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയ്ക്കും നന്മകൾ സ്വായത്തമാക്കുന്നതിനും അള്ളാഹു അവരെ സാലിഹായ ഖിദ്മത്തിനും തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر